ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ഇടേണ്ട പ്രത്യേകത, ഇന്ന് നമ്മുടെ ശ്രീകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ നമ്മൾ രാവിലെ ചിക്കൻ ഒക്കെ വാങ്ങി നമ്മളിന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൽ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ചതച്ചിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ട് നമ്മുടെ ഗരം മസാല ഇത്രയും ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. വൈകുന്നേരമാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് തന്നെ ചിക്കൻ കിട്ടിയപ്പോൾ അതൊന്ന് ഫ്രഷായി കിട്ടിയ സമയത്ത് തന്നെ ഒന്ന് എല്ലാം കൂടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ മസാലയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പൊരിക്കാനും കൂടെ എടുക്കണം. ആ ഒരു ഇതിൽ നമ്മൾ കുറച്ചൊന്ന് ഇതാക്കി എടുത്തു. ഇത് നമ്മുടെ പൊരിക്കാനുള്ള കൂട്ടാണ്. അങ്ങനെ നമ്മുടെ പൊരിക്കാനുള്ള കൂട്ടൊക്കെ റെഡിയായി. അങ്ങനെ വൈകുന്നേരമായി. അങ്ങനെ ഇത് മാറ്റി വെച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് എടുക്കാൻ വെച്ചു. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കുക്കർ ബിരിയാണിയാണല്ലോ ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പം നമ്മുടെ കുക്കർ ബിരിയാണി എടുക്കാം. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ പൊരിച്ചത് കോരി മാറ്റി. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല. അങ്ങനെ നമ്മളുടെ കുക്കറിലേക്ക് ഡാൽഡ ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുത്ത് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള ഇതൊക്കെ ഇട്ട് നമ്മുടെ സവാള നൈസായിട്ട് അരിഞ്ഞതിട്ട് നന്നായിട്ട് മിക്സാക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വശയ്ക്കുക. നമുക്ക് പെട്ടെന്ന് വശന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ വശന്ന് വന്നു. അതിലേക്ക് ഇത് ഗരം മസാലയുടെ ഇടാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വശക്കി. അങ്ങനെ നമ്മുടെ ബിരിയാണി മസാല, കുക്കർ ബിരിയാണിയാണല്ലോ, അപ്പോൾ നമ്മുടെ മെയിനായിട്ട് വേണ്ടത് ബിരിയാണി മസാലയാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വശക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ അതും കൂടെ ഇതിലേക്കിടാം. കണ്ടോ, ഇത്ര എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ എടുത്തിട്ട് തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ക്രിസ് എന്നൊക്കെ സൗണ്ട് കേൾക്കും. അപ്പം ഇങ്ങനെ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞത്, ഒരു പച്ചമുളക് ഇട്ട് നന്നായിട്ട് അടി താത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് നമ്മൾ ഒരു തക്കാളിയെ നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ജാറിലിട്ട്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ഫിസിൽ കേട്ട് ആദ്യം അത് അടച്ച് വയ്ക്കുക. ഒരു ഫിസിൽ കേട്ടാൽ മതി. ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. അടച്ച് വെച്ച് ആ സമയം കൊണ്ട് നമുക്ക് അരി കഴുകി, ജീരക റൈസാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു ഫിസിലിൽ എല്ലാം റെഡിയായി സെറ്റായിട്ടുണ്ട്, വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അരി കഴുകി വെച്ചതും കൂടി ഇതിലേക്ക് ഇടാം. ഓക്കെ, അങ്ങനെ അരി ഇട്ടു. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സാക്കാം. മിക്സാക്കി അതിനും നമുക്ക് അരിക്ക് 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതാ സെറ്റായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല ഗൈസ്, ചോറൊക്കെ നല്ല പരുവത്തിന് കിട്ടി. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി തട്ടാനുള്ള പാത്രമൊക്കെ ശ്രീകുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് ഞാൻ ബിരിയാണിയൊക്കെ തട്ടി. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇട്ടു. അതിലേക്ക് നമ്മൾ കിസ്മിസ് വറുത്തതും കൂടെ ഇട്ട് ബിരിയാണി, നല്ല ചിക്കൻ കുക്കർ ബിരിയാണി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്യുക. കൊച്ചു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ശ്രീകുട്ടിക്കൊക്കെ ഞാൻ കൊടുത്തു. അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ശ്രീകുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് സലാഡ്, പപ്പടം, ചിക്കൻ പൊരിച്ചത് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.